ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിവിധ തലങ്ങളിലുണ്ട്. അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ, സാഹിത്യ ശൈലി, പാരായണ രീതി തുടങ്ങിയവയെല്ലാം അതിൻ്റെ അമാനുഷികതകളായി പണ്ഡിതന്മാർ വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനുമായി ധാരാളം ബന്ധപ്പെട്ട് ജീവിക്കുകയും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും വാക്കുകളും പരിശോധിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ പറയുന്നത്, പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും മധ്യത്തിലുള്ള വചനം സൂറത്ത് അൽ കഹ്ഫിൻ്റെ 19-ാമത്തെ വചനം, فَبَعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَذِهِ إِلَى الْمَدِينَةِ فَلْيَنظُرْ أَيُّهَا أَزْكَى طَعَامًا فَلْيَأْتِكُمْ بِرِزْقٍ مِّنْهُ وَلْيَتَلَطَّفْ وَلَا يُشْعِرَنَّ بِكُمْ أَحَدًا. അല്ലാഹു തആല പറയുന്നത്, ഗുഹാവാസികളായ ആളുകൾ 3 നൂറ്റാണ്ട് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റു. വിശപ്പനുഭവപ്പെട്ട അവർ മാർക്കറ്റിലേക്ക് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഭക്ഷണ വിഭവങ്ങൾ മേടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചുകൊണ്ട് പറയുകയാണ്, നീ അങ്ങാടിയിലേക്ക് പോയി സാധനങ്ങൾ മേടിക്കണം. വൽ യതലത്തഫ് ഫലാ യുശ്റന്ന ബിക്കും അഹദ. ആ സമയത്ത് സ്വീകരിക്കേണ്ട നയം നീ വളരെ സൗമ്യമായി, വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ പതുക്കെ ചെന്ന്, ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ, ആരോടും തർക്കിക്കാതെ, ആരോടും പിടിവലിയുണ്ടാക്കാതെ പതുക്കെ നമ്മുടെ കാര്യം ഭക്ഷണം മേടിച്ച് തിരിച്ചു വരിക എന്നാണ്. ഈ വൽ യതലത്തഫ് എന്ന പദമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ മധ്യത്തിലുള്ള പദം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഖുർആനിൻ്റെ മധ്യത്തിൽ എന്തുകൊണ്ട് ഈ വാക്ക് വന്നു, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ആ വാക്കിൻ്റെ അർത്ഥം വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ സൗമ്യമായിട്ടായിരിക്കണം പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ ജീവിക്കേണ്ടത് എന്നാണ്. പ്രത്യേകിച്ചും ആ ഗുഹാവാസികളായ ആളുകൾ കടന്നുപോയതുപോലെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ, അക്രമികളും ക്രൂരന്മാരുമായ ഭരണാധികാരികൾ, അനീതി നടമാടുന്ന സാമൂഹ്യ വ്യവസ്ഥ, അതിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു പെരുമാറ്റ രീതിയാണ് വൽ യതലത്തഫ്. സഹോദരന്മാരെ, നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസികളായി ജീവിക്കുവാനും യഥാർത്ഥ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുവാനും ഒക്കെ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖമെന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും നമുക്കത് പ്രബോധനം ചെയ്യാൻ സാധിക്കുമെന്നതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാരാഗ്രഹത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലേക്ക് പ്രബോധനം ചെയ്ത കഥ സൂറത്ത് യൂസുഫിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മാർഗം തടയപ്പെട്ടാൽ നൂറുകണക്കിന് പുതിയ മാർഗങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരും. പക്ഷേ നമ്മൾ സ്വീകരിക്കേണ്ട രീതി ശത്രുക്കളെ പ്രകോപിപ്പിച്ച്, അവരെ ഇളക്കിവിട്ട്, അവർക്ക് അലോസരമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിച്ചും അങ്ങനെയുള്ള ശൈലികൾ സ്വീകരിച്ചും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മുടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മാർഗമില്ലെങ്കിൽ മറ്റൊരു മാർഗമുണ്ടാകും. അവയിൽ ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയിലൂടെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് അള്ളാഹുവിൻ്റെ റിസാലത്ത് ആളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതനുസരിച്ച് ജീവിക്കാനും പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.